നമസ്കാരം. എൻ്റെ പേര് ഇന്ദു തമ്പി. ഞാൻ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെമ്പാടും COVID-19 പ്രയാസങ്ങൾ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിലും ഒരുപാട് പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഈ സമയത്ത് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസുകാർ കുറച്ചധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മസ്റ്റായിട്ടും നമ്മൾ സോഷ്യൽ ഐസൊലേഷൻ, അതായത് നമ്മൾ പുറത്തു പോകാതെയും ബാക്കി പുറത്തുള്ള ആളുകൾ കൂടുതലും നമ്മുടെ അടുത്ത് മിങ്കിൾ ചെയ്യാതെ നമുക്ക് അവരായിട്ട് ഇടപെടാതെ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ ഒരു അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കേട്ടു, വയസ്സായ ആളുകൾ, കൊച്ചു കുട്ടികൾ, അഥവാ വേറെ ഏതെങ്കിലും അസുഖമുള്ള നമ്മളെപ്പോലെ നമുക്കിപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസുകാർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി, അതായത് ശരീരത്തിന് ബാക്കിയുള്ള അസുഖങ്ങൾ പൊരുതാനുള്ള ഒരു ശേഷി കുറവാണ്. അതുകൊണ്ട് സാധാരണ ഒരു അസുഖം വരുമ്പോഴും നമുക്ക് ഒരുപാട് പ്രയാസപ്പെട്ട് നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടും സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു ആളുകളാണ് നമ്മൾ. അങ്ങനെ ഒരു കാറ്റഗറി ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അസുഖം, അതായത് സാധാരണക്കാരെ പോലും ഒരുപാടധികം തളർത്തുന്ന ഒരു അസുഖത്തിൽ നമുക്ക് വന്നാലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. ഈ സോഷ്യൽ ഐസൊലേഷൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ നല്ലോണം ചിന്തിക്കണം. നമ്മുടെ ഡയബറ്റിസ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സ് എപ്പോഴും നല്ല കൺട്രോൾഡായിട്ട് കറക്റ്റായിട്ടുള്ള നമ്മുടെ ലിമിറ്റ്സിനകം വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. പെട്ടെന്നൊന്നും അസുഖങ്ങൾ അങ്ങനെ വന്നു ചേരുകയില്ല. നമുക്കറിയാം, ടൈപ്പ് 1 ഡയബറ്റീസുകാർക്ക് പൊതുവെ റെസ്പിറേറ്ററി അസുഖങ്ങൾ, അതായത് ഈ ശ്വാസം വരുമുട്ട്, പലതരം ന്യൂമോകോക്കൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പൊതുവെ അല്ലാതെ തന്നെ അത് വരാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കൂടുതലാണ്. ഞാൻ നിങ്ങളെ പേടിപ്പെടുത്താൻ പറയുന്നതല്ല, പൊതുവെ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ വരാം എന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന വീട്ടിലെ വീട്ടുകാർക്കും, അഥവാ നമ്മുടെ കൊച്ചു കുട്ടിയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എങ്കിൽ അവരുടെ അച്ഛൻ, അമ്മ, അവരുടെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും അറിയേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങളും നന്നായിട്ട് സൂക്ഷിക്കുക തന്നെ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ചിലപ്പം എഫക്റ്റ് ആവാത്ത പല കാര്യങ്ങളും ആ ഒരു ടൈപ്പ് 1 ഡയബറ്റീസുകാരെ എഫക്റ്റ് ചെയ്തു എന്ന് വരാം. ഓക്കെ, ഇനി ഞാൻ ഈ വീഡിയോയിൽ ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എനിക്കറിയാം ഒരുപാട് വീഡിയോസ് ഇതുവരെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ ഐസൊലേഷൻ എന്തൊക്കെ ചെയ്യണം. പക്ഷെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, അത് ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ നന്നായി കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോവുക. അഥവാ എന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ ഇമ്മീഡിയറ്റ് അറിയിക്കുക. അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ബേസലും ബോളുസും ഒക്കെ അതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ സാധാരണ നമുക്കൊരു അസുഖം വരുമ്പോൾ, ഒരു സിക്ക് ഡേ വരുമ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? കുറച്ചധികം ഇൻസുലിൻ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടർ പറയും പോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാൽ മതി. പേടിക്കരുത്, പാനിക് വരരുത്. എപ്പോഴും അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ, നമ്മുടെ പമ്പിനാണെങ്കിലും അതിൻ്റെ ആക്സസറീസ്, അതിൻ്റെ റിസർവോയേഴ്സ്, കുറച്ചധികം ഇൻസുലിൻ, പെൻ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറച്ചധികം ഇൻസുലിൻ, ടെസ്റ്റ് സ്ട്രിപ്പുകൾ, ഇതൊക്കെ കുറച്ചധികം, അതായത് ജസ്റ്റ് നമുക്ക് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഇന്നത്തേക്കോ നാളത്തേക്കോ മാത്രമല്ല, കുറച്ചധികം സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത് എപ്പോഴും, ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു രസകരമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആക്ച്വലി തീരുമാനിച്ചത്. കാരണം എനിക്കറിയാം ഒരുപാട് വീഡിയോസ് ഇറങ്ങിക്കഴിഞ്ഞു. ഡോക്ടേഴ്സ് തന്നെ അതിൻ്റെ സീരിയസ്നെസ് കാരണം ഒരുപാട് ആളുകൾ, നിങ്ങൾക്ക് എല്ലാ ഇൻ്റർനെറ്റിൽ ഒരുപാട് ഇൻഫർമേഷൻ ഇങ്ങനെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ 20 സെക്കൻഡ്സ് നിങ്ങൾക്ക് ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് രസകരമായ ഒരു വഴിയിൽ. ഈ പൊതുവെ 20 സെക്കൻഡ്സ് വാഷ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ വാഷ് ചെയ്താൽ പോരാ, അതിൻ്റെതായ രീതികളുണ്ട് ഇല്ലേ? അതായത് നമ്മൾ കൈ ആദ്യം സോപ്പ് പാദങ്ങളിൽ എടുത്തിട്ട് കൈകളിൽ എടുത്തിട്ട് നല്ലോണം നല്ല പതഞ്ഞ ശേഷം അതിനെ ഈ വിരലുകളുടെ ഇടയിലാക്കിയിട്ട് പിന്നെ കൈയിൻ്റെ പുറത്ത് നന്നായിട്ട് സ്പ്രെഡ് ആക്കിയിട്ട് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും പടർന്നിട്ട് വേണം നമ്മൾ നല്ല 20 സെക്കൻഡ് സമയം എടുത്തിട്ട് വേണം കൈ വാഷ് ചെയ്യാൻ. അത് കാണിച്ചു തരാൻ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എന്തുകൊണ്ട് ഡോക്ടേഴ്സ് 20 സെക്കൻഡ്സ് കൈ വാഷ് ചെയ്യണം, അതും അതിൻ്റെ പ്രത്യേക രീതിയിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഓയിൽ കളറിന് ഞാൻ സോപ്പാണെന്ന് വെച്ചോളൂ.
നമ്മൾ സോപ്പ് ഇപ്പോൾ കൈ എടുത്തു എന്ന് വെച്ചോളൂ. ഓക്കെ, ഇതാ കുറച്ച് സോപ്പ് നമ്മൾ കൈ എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സോപ്പ് നമ്മുടെ കൈകളിൽ നന്നായിട്ട് നമ്മൾ പതച്ച് റെഡിയാക്കും അല്ലേ. നല്ലോണം സ്പ്രെഡ് ചെയ്ത് നമ്മൾ കൈയിൻ്റെ അകവശം നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതിനെ പടർത്തും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പടർത്തുമ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. കൈകളുടെ വിരലുകളുടെ ഇടയിലൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇങ്ങനെ കൂടെ, അത് വിരലുകൾ മാത്രം ഇങ്ങോട്ടും അങ്ങോട്ടും ഉരസി അതിനെ അങ്ങനെ ഉരസി ചെയ്യണം. അപ്പോൾ വിരലുകളുടെ ഇടയിലും കൂടെ നല്ലോണം സ്പ്രെഡാകും. ഇപ്പോൾ വിരലുകളുടെ ഇടയിലും സ്പ്രെഡായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, കൈയിൻ്റെ പുറവശത്ത് നന്നായിട്ട് പിടിപ്പിക്കണം. സോപ്പ് ഇങ്ങനെ നല്ലോണം പതപ്പിച്ച് കൈയിൻ്റെ പുറവശം നന്നായിട്ട് നമ്മൾ സോപ്പാക്കണം. ആ ഒരു അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ സോപ്പ് കണ്ടു, കൈയിൻ്റെ പുറവശം നല്ലോണം സോപ്പായി. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം വിരലുകൾ ചില ഭാഗത്തൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു കാരണവശാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈയിൻ്റെ വിരലിൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം സ്പ്രെഡായി എടുക്കും. ഓക്കെ, ഇപ്പോഴും ചിലപ്പോൾ നമുക്ക് നഖമുണ്ടല്ലോ, ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ ചിലപ്പം സോപ്പായി കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മളിങ്ങനെ നന്നായിട്ട് ഈ പാദത്തിലിട്ട് ഇങ്ങനെ ഉരയ്ക്കണം. 2 കൈയിലെ നഖത്തിന് നന്നായിട്ട് ഉരയ്ക്കണം. എന്നിട്ട് നല്ലോണം എല്ലായിടത്തും സോപ്പ് സ്പ്രെഡായ പോലെ വെച്ചേക്കും. നല്ലോണം റബ് ചെയ്യുക. എന്നിട്ട് കണ്ടോ, എല്ലായിടത്തും ഇത്തിരിയെങ്കിലും സോപ്പ് നന്നായിട്ട് സ്പ്രെഡായ കഴിഞ്ഞിട്ടേ നമ്മൾ കൈ കഴുകി കളയാൻ പാടുള്ളൂ. ഇതല്ലാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് വെറുതെ യൂസ് ചെയ്യുന്നല്ലാതെ അതിൻ്റെ ഉപയോഗം നമുക്ക് വരണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രവൃത്തി ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് ആ പെയിൻ്റ് ഉള്ളപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കളറുള്ള ഭാഗം സോപ്പ് അതുപോലെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ സ്പ്രെഡ് ആവണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് 20 സെക്കൻഡ്സ് നേരെ ചൊവ്വ ഇത്രയും സമയമെടുത്ത് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും സോപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് വേണം കൈ കഴുകാൻ. ഓക്കെ, പിന്നെ ഇതിനകത്ത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഐസൊലേഷൻ, നമ്മളിപ്പം സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറേ കുട്ടികൾക്ക് പരീക്ഷ അവോയ്ഡായത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാം, നമുക്ക് പുതുതായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാം, കുറേ ഹോബീസ് ചെയ്യാം, പുസ്തകം വായിക്കാം, കളിക്കുന്നത് നമുക്ക് വീട്ടിനകത്തിരുന്ന് തന്നെ ചെയ്യാം. കുറേ കാര്യങ്ങൾ നമുക്ക് സ്വയം ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ സമയം വെച്ചിട്ട് നമ്മൾ മാക്സിമം അതിനെ നല്ല രീതിയിൽ നോക്കുക. ഹെൽത്തൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വെക്കുക. 60 മിനിറ്റ്സ് ഇപ്പം ഇനി എക്സസൈസ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്ന് ഒരു ടൈപ്പ് ഡയബറ്റിക്കും പറയില്ല. ഇഷ്ടംപോലെ സമയമുണ്ട്. നല്ലോണം എക്സസൈസ് ചെയ്യുക, ആരോഗ്യം നന്നായിട്ട് നോക്കുക. സ്റ്റേ സേഫ്, ബി റെസ്പോൺസിബിൾ ആൻഡ് യു വിൽ ബി ജസ്റ്റ് ഫൈൻ. ഓക്കെ, താങ്ക് യു.